അഡ്വക്കേറ്റ് പി രാഘവൻ നായരുടെ 32ാമത് ചരമദിനാചരണം കോൺഗ്രസ് എസ് വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ 23, 24, 25 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AICC അംഗവും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും സഹകാരിയും അഭിഭാഷകനും PSC അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് പി രാഘവൻ നായരുടെ 32ാമത് ചരമദിനാചരണം കോൺഗ്രസ് എസ് വടകര ബ്ലോക്ക് കമ്മിറ്റി വിവിധ പരിപാടികളോടെ 23, 24, 25 തീയതികളിൽ നടത്തും. പരിപാടിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരം, സെമിനാർ, അനുസ്മരണ സമ്മേളനം തുടങ്ങിയവയും ഉണ്ടാകും. പ്രസംഗ മത്സരവും സെമിനാറും വടകര കളിക്കളം ഹാളിൽ 23, 24 തീയതികളിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 25 വൈകിട്ട് 4 അനുസ്മരണ സമ്മേളനം നാരായണനഗരം CB ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ബാബു പറമ്പത്ത്, V. ഗോപാലൻ, KV മോഹൻദാസ്, MK കുഞ്ഞിരാമൻ, MP മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. പി രാഘവൻ നായരുടെ 32ാമത് ചരമവാർഷിക ദിനമാണ് 2025 ജനുവരി 23. കഴിഞ്ഞ 32ാമതാണ്. കഴിഞ്ഞ 31 വർഷവും അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനം ഞങ്ങൾ ആചരിച്ചിട്ടുണ്ട്. രാഘവൻ നായർ വടകരയുള്ള ജനങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതായ ഒരാവശ്യമില്ല. വലിയ ഒരു അഡ്വക്കേറ്റും APPയും അതുപോലെ തന്നെ സഹകാരിയും പിന്നെ അവിഭക്ത കോൺഗ്രസിൻ്റെ AICC അംഗവും ഒക്കെ ആയിരുന്ന രാഘവൻ നായർ കോൺഗ്രസ് കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു. നിറഞ്ഞ ഒരു സ്വഭാവ ഗുണവിശേഷമുള്ള ഒരാളായിരുന്നു രാഘവൻ നായർ. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് രാഘവൻ നായർ. അദ്ദേഹമാണ് സംഘടനയെ ഇവിടെ വളർത്തിയതും ഇന്ന് കാണുന്ന കോൺഗ്രസിനെ പോലും അന്ന് വളർത്തിയെടുത്തതിൻ്റെ ശരിയായ ഉത്തരവാദിത്വം അഡ്വക്കേറ്റ് രാഘവൻ നായർക്ക് തന്നെയാണ്. ഇവിടെ 2-3 സഹകരണ സ്ഥാപനങ്ങൾ, ഒന്ന് ടക്കോസ്, ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ടക്കോസ്, ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ, അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് രംഗത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പാപ്കോസ്, ഇതൊക്കെ ഇത്തരം സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങളൊക്കെ രാഘവൻ നായരുടെ കയ്യൊപ്പോടുകൂടി വടകരയിൽ ആരംഭിച്ചാണ്. ഞങ്ങൾക്കിന്നും അദ്ദേഹം നേതാവായിട്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് 32ാമത്തെ ഈ വർഷവും ഒരാൾ മരിച്ചിട്ട് 32 വർഷം അദ്ദേഹത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കണ്ടിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുന്നുണ്ട്. മുഴുവൻ ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ വടകരയിലെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു രാഘവൻ നായർ. ഇനിയിപ്പോൾ അതിലെ ബാക്കി കാര്യങ്ങളൊക്കെ ആരംഭിച്ചത് ഈ വളർന്നു വരുന്ന സാഹിത്യകാരന്മാരെക്കുറിച്ചും അവർക്കൊക്കെ ഒരു പ്രോത്സാഹനം പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആയിരുന്നു പാപ്കോസ്. പക്ഷെ അതിപ്പം പ്രിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരം ഇപ്രാവശ്യം നടക്കുന്നത് വടകര കളിക്കളം ഹാളിൽ വെച്ചാണ്. അത് 23-നാണ്. കാരണം 23-നാണ് രാഘവൻ നായരുടെ ചരമവാർഷിക ദിനം. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് ഞങ്ങളുടെ പ്രസിഡൻറ്റും മിനിസ്റ്ററുമായിട്ടുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. അദ്ദേഹത്തിന് നിയമസഭാ പരിപാടികളുള്ളതുകൊണ്ട് തന്നെ 23, 24 വരാൻ പറ്റാതെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അനുസ്മരണ സമ്മേളനം 25, 22. അപ്പോൾ 23-ന് ഞങ്ങൾ ആ ഡേറ്റിന് തന്നെ കുട്ടികളുടെ പ്രസംഗ മത്സരം നടത്തുന്നുണ്ട്. അത് കളിക്കളത്തിൽ വെച്ചാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇന്ന് രാവിലെ തന്നെ എത്തും. 10 മണിക്ക് പ്രസംഗ മത്സരം ആരംഭിക്കും. അതാണ് അവർക്ക് കിട്ടുന്ന 1, 2, 3 സമ്മാനക്കാർക്ക് ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ മൊമെൻറ്റോവും സർട്ടിഫിക്കറ്റൊക്കെ 25-ാം തീയതി വടകര നാരായണനഗരത്തുള്ള CB ഓഡിറ്റോറിയം, ഗിരാമ്പട്ടിൽ താഴെ ഓഡിറ്റോറിയം, നല്ലൊരു AC ഓഡിറ്റോറിയമാണ്. അവിടെ വെച്ചാണ് അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ച് വിതരണം ചെയ്യും എന്നുള്ളതാണ്.